This is not a SWOT analysis. This is a war chronicle. വെടിമരുന്നിന്റെ ഗന്ധവും അറ്റുപോയ കബന്ധങ്ങളിൽ നിന്നുയരുന്ന നിലവിളി ശബ്ദവും പരിചകളും വാളും തമ്മിൽ കൂട്ടിയടിക്കുന്ന ഘോര ശബ്ദങ്ങളും ലോകം കീഴടക്കിയിട്ടും തങ്ങളുടെ കിരീടത്തിൽ ഇനിയും അവകാശവാദവുമായി തൊടാൻ വരുന്നവന്മാരെ സാമ്രാജ്യത്തിന് മുന്നിൽ മഹാസേനയുമായി കാവൽ നിന്ന് വെട്ടിനിരത്താൻ പോകുന്ന മഹാസേനയുടെ വാർ ക്രോണിക്കിൾ. The War Chronicle of Albister the Stars. ജനറൽ ലയണൽ സ്കലോണി, ആർക്കിടെക്ട് ഓഫ് കാർണേജ്, കൂട്ടക്കൊലയുടെ ശില്പി, അർജന്റീനയുടെ തന്ത്രങ്ങളുടെ തലതൊട്ടപ്പൻ. ഒരൊറ്റ ഫോർമേഷനെ മാത്രം ആശ്രയിച്ച് തന്റെ പടയൊരുക്കം നടത്തുന്ന പടനായകനല്ല ലയണൽ സ്കലോണി. എതിരാളികളുടെ യുദ്ധതന്ത്രങ്ങളും കോട്ടകളും വളരെ കൃത്യമായി പഠിച്ച് പോരാട്ടത്തിനിടയിൽ വെച്ച് തന്റെ ഫോർമേഷനിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന കോൾഡ് ബ്ലഡഡ് മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ്. അതാണ് അർജന്റീനയുടെ യുദ്ധതന്ത്രജ്ഞനായ ലയണൽ സ്കലോണി. അയാൾ അധികാരമേക്കുമ്പോൾ എല്ലാവർക്കും പുച്ഛമായിരുന്നു. പുതിയവനെന്നും പകരക്കാരനെന്നും വിളിച്ച് എല്ലാവരും കളിയാക്കി. പക്ഷേ ടീമിലെ ഈഗോയെ മുഴുവൻ അൾത്താരയിൽ ബലികഴിപ്പിച്ചുകൊണ്ട് അയാൾ ഒരു മഹാസേനയുണ്ടാക്കിയെടുത്തു. കോപ്പ അമേരിക്ക ഫൈനലിൽ ആകാശവാണി വിട്ട് നിരാശനായി വിരമിച്ചു പുറത്തേക്ക് പോയ ലയണൽ മെസ്സി എന്ന അധികായനെ തന്റെ കൂടാരത്തിലേക്ക് അയാൾ തിരികെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നു. താരങ്ങൾക്കിടയിൽ തിങ്ങി നിറഞ്ഞു നിന്ന ഈഗോയെ അയാൾ അൾത്താരയിൽ ബലി നൽകി. തന്റെ രാജ്യത്തിന്റെ പതാക എതിരാളികളുടെ ശിരസിനുമേൽ കുത്തിയിറക്കാൻ മനക്കരുത്തുള്ള ഒരു മഹാസേനയെ അയാൾ വാർത്തെടുത്തു. യെസ്, ഹീസ് ദ വാർലോർഡ്, ഹീസ് ദ ജനറൽ, ഹീസ് ദ കോൾഡ് ബ്ലഡഡ് മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ്. അർജന്റീനയുടെ തന്ത്രങ്ങളുടെ നെടുനായകൻ ലയണൽ സ്കലോണി. ലയണൽ മെസ്സി, ദ കിങ് പിൻ, എംപറർ, വജ്രായുധം, ദൈവതുല്യനായ ചക്രവർത്തി. As he falls in love with the object in the world that his heart most desired, it is hard to escape the supposition that he has rendered himself today the greatest of all time. അയാൾക്ക് തന്റെ കുതിരപ്പടയുടെ മുകളിലേറി 90 മിനിറ്റും പടപൊരുതേണ്ട ആവശ്യമില്ല. കാരണം പോയ വർഷങ്ങളിൽ തന്നെ അയാൾ അജയ്യനാണെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. കളിക്കളത്തിൽ അദ്ദേഹത്തിന്, പടക്കളത്തിൽ അദ്ദേഹത്തിന് എപ്പോഴും പടപൊരുതേണ്ട ആവശ്യമില്ല. മൈതാന മധ്യത്തുകൂടി, അതായത് ആ പടക്കളത്തിൽ കൂടി ഒരു പ്രേതത്തിനെ പോലെ അയാൾ അലങ്ങി നടക്കും. അയാളുടെ കണ്ണുകൾ എതിരാളികളുടെ ഓരോ ചലനവും വീക്ഷിക്കും. അവരുടെ ചലനത്തിൽ ഒരു നേരിയ വിടവോ വിള്ളലോ